ദേശീയ ശാസ്ത്ര പ്രസ്ഥാനമായ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ആലപ്പുഴ ജില്ലാ സമ്മേളനം മാവേലിക്കരയിൽ നടത്തി. പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ KG പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ശാസ്ത്ര പ്രസ്ഥാനമായ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ആലപ്പുഴ ജില്ലാ സമ്മേളനം മാവേലിക്കരയിൽ നടത്തി. പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ KG പത്മകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ PS ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. അജിത് S. കുമാർ, ഡോക്ടർ K. ഹരിപ്രസാദ്, അഡ്വക്കേറ്റ് O. ഹാരിസ്, സുരേഷ് കായംകുളം, K. ശിവൻകുട്ടി, തോമസ് ഡാനിയൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്ന വിഷയത്തിൽ ഡോക്ടർ M. രവീന്ദ്രൻ നായർ, ശാസ്ത്രബോധം എന്ന വിഷയത്തിൽ ഡോക്ടർ KP സതീഷ് എന്നിവർ പ്രഭാഷണം നടത്തി. ഒരു പാരാമീറ്റർ അളവുകളാണ് നാം കെട്ടിപ്പടുത്ത ആ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ അതിലേക്ക് അണിഞ്ഞിരുന്നവരുടെ അതിനെ സാധാരണ പിന്തുണയ്ക്കുന്നവരുടെ ഒരു ഒത്തുചേരലായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. ഞാനിത് കടന്നിലേക്ക് നടക്കുകയാണ്. നമ്മുടെ സംസ്ഥാന തലത്തിലൊരു ചാപ്റ്റർ കമ്മിറ്റിയുണ്ട്. അപ്പോൾ എല്ലാ ജില്ലാ സമ്മേളനങ്ങളായിക്കോട്ടെ, സംസ്ഥാന സമ്മേളനമായിക്കോട്ടെ, അത് വിഭജിതമായി എല്ലാ അർത്ഥവത്തോടെയും നടപ്പാക്കിയെടുക്കണമെങ്കിൽ കേവലം സംഘാടകരെ കൊണ്ട് മാത്രം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ സമ്മേളനങ്ങൾക്കായി ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വേണ്ടതല്ലേ, പ്രഖ്യാപിച്ച വാർഡിട്ട് കൂടുതലുള്ള നാടല്ലേ കേരളത്തിലെ കുട്ടനാട്. ആളോഹരി വെള്ളം ഏറ്റവും കൂടുതൽ, അവിടെ നെല്ല് മാത്രം മതിയോ? പരമാവധി വിളകൾ സമന്വയിപ്പിക്കുന്ന സമന്വയങ്ങൾ വേണം. കാലാവസ്ഥാ വ്യതിയാന കാലത്തെ പ്രതിരോധിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൃഷി രീതികളാണെന്ന് ഞാൻ ഓർമ്മിക്കുക. കാരണം എല്ലാ നമ്മുടെ ചികിത്സാ വിധികളിലും ഒരളവ് വരെ ഈ കാർബൺ പുറന്തള്ളുന്ന ചികിത്സാ മാർഗങ്ങളാണ്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെല്ലാം അറിയാം, ഇൻഹേലർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഹേലറിനുള്ള പ്രൊപ്പലൻസിന് ഈ ഹരിതവാതകം പുറന്തള്ളുന്നതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ശാസ്ത്ര അവബോധം കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണു ഭൂമി. അങ്ങനെ ഉള്ളൊരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടമാണ് ഓർക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ സയൻസിന്റെ ആ ഗൗരവം കളയുന്നില്ല. ശാസ്ത്ര അവബോധമുള്ള വയലാറിനെയാണ് നമ്മൾ അറിയുന്നത്. രോഗമുണ്ടാകുന്നത് എന്തോ ദുരന്തം കൊണ്ടാണ്, സർപ്പദോഷം കൊണ്ടാണ് എന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തില് ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ച ആ കവിയെ നമ്മൾ ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല മാത്രമല്ല ശാസ്ത്രജ്ഞർ, മനുഷ്യന്റെ എല്ലാ പ്രകൃതിയുടെയും മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും എല്ലാ മേഖലകളിലും ശാസ്ത്രം നിൽക്കുകയാണ്. എന്നാൽ ശാസ്ത്രത്തെ വളർത്തരുത്, ശാസ്ത്രം വളരരുത് എന്ന താല്പര്യമുള്ള ഭരണകൂടത്തിന് മുമ്പിലാണ്. CDNet ന്യൂസ്, മാവേലിക്കര.